ആയിരിക്കണം കർത്തൃസന്നിധിയിലായിരിക്കുവാൻ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ സഭായോഗം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വീടുകളിലാണ്. ആ ഒരു ഗൗരവം നിങ്ങൾ ഇതിന് കൊടുക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് കർത്തൃനാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. സങ്കീർത്തന പുസ്തകങ്ങളിൽ നിന്ന് 16-ാം അധ്യായം ദയവായി നിങ്ങളുടെ ബൈബിളുകൾ നിങ്ങളുടെ കരങ്ങളിൽ എടുക്കുക. 16-ാമത്തെ സങ്കീർത്തനം നാം ഒന്നിച്ച് വായിക്കുവാനായി ആഗ്രഹിക്കുന്നു. ദൈവമേ, ഞാൻ നിന്നെ ശരണം ആക്കിയിരിക്കിയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല. അവരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേൽ എടുക്കുകയില്ല. എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതെ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ച യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഹല്ലേലൂയ. You will make known to me the path of life. In your presence is fullness of joy. In your presence is fullness of joy. In your right hand there are pleasure forever. കർത്താവേ, നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണത ഉണ്ട്. നിന്റെ വലത്തുഭാഗത്തെന്നും പ്രമോദങ്ങളുമുണ്ട്. അതിന് കാരണം, ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ നീ എന്നെ കാത്തുകൊള്ളണമേ. കണ്ണിൻ മണി പോലെ എന്നെ കാക്കുന്ന, ഉള്ളം കരങ്ങളിൽ എന്നെ വഹിക്കുന്ന ഒരു കർത്താവ് ഉണ്ട് എന്ന ഉറപ്പുള്ളവരെന്ന് കർത്താവിനെ സ്തുതിച്ച് ആ വാക്യം ഒന്നുകൂടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ഈ ആരാധനയിൽ ഈ സഭായോഗത്തിൽ എന്നെ കാണുന്നവരെ, ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കട്ടെ. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ എന്നെ കാത്തുകൊള്ളണമേ. Hallelujah. Preserve me, O God, for I take refuge in you. I said to the Lord, you are my God. You are my God. Hallelujah. ദൈവമേ, നീ എൻ്റെ കർത്താവാകുന്നു. നീ ഒഴികെ ഒരു നന്മയുമില്ല. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, കർത്താവേ, നീ ഒഴികെ എനിക്ക് ഒരു നന്മയില്ല. ഹല്ലേലൂയ. കർത്താവേ, നിന്നെ ഒഴിവാക്കിക്കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. യോഹന്നാൻ 15:5, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും സാധ്യമാകത്തില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവേ, ലോകത്തിൽ ഒത്തിരി പ്രതിസന്ധികളും വ്യാധികളും മഹാമാരി പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ലോകത്തിലെ പല ജനങ്ങളും ഭയത്തിലും ആശങ്കകളിലുമായിരിക്കുമ്പോൾ, എല്ലാം ഷട്ട്ഡൗൺ ആയിരിക്കുമ്പോൾ, ഈ പകൽക്കാലവും ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. കാരണം നീ ഒഴികെ ഞങ്ങൾക്ക് ഒന്നുമില്ല കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിന്നെ എപ്പോഴും ഞാൻ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. എൻ്റെ ഹൃദയവും സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായിരിക്കും. ഞാൻ ആനന്ദിക്കുന്നു, ഞാൻ സ്തുതിക്കുന്നു. എൻ്റെ ജഡം നിർഭയമായിട്ടിരിക്കും കർത്താവേ. അത് ഭയപ്പെടത്തില്ല, ഭയപ്പെടത്തില്ല. കാരണം നീ ജീവന്റെ വഴി എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദനങ്ങളുമുണ്ട്. ആമേൻ. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടിവിച്ച നമ്മൾ ആരും ശ്രേഷ്ഠന്മാരായതുകൊണ്ടോ വലിയ ഭക്തന്മാരായതുകൊണ്ടോ നമുക്കെന്തെങ്കിലും പ്രത്യേകിച്ച് സവിശേഷതകൾ ഉള്ളത് കൊണ്ടോ അല്ല നാം ഇന്ന് ഈ ഭൂമിയിൽ ജീവനോടായിരിക്കുന്നത്. കണ്ണിൻ മണി പോൽ എന്നെ കരുതുന്ന, ഉള്ളം കരങ്ങളിൽ എന്നെ വഹിക്കുന്ന,
ഒരു കർത്താവുള്ളത്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ 6 സഭകളിൽ നിന്നുള്ള വിശ്വാസ സമൂഹമേ, മറ്റ് പല സ്ഥലങ്ങളിലും ഇരുന്നു കൊണ്ട് ഭവനങ്ങളിലിരുന്നു എന്നെ കാണുന്ന എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നമുക്ക് ഈ വരികൾ നമ്മുടെ ഭവനത്തിൽ ഇരുന്നുകൊണ്ടൊന്ന് ചേർന്ന് പാടി ആ കർത്താവിനെ നന്ദി പറയാം. താങ്ക് യു ലോർഡ്. കണ്ണിൻ മണി പോ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വാഹിക്കും, തള്ളിക്കളയാ മാറിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വാഹിക്കും, തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. ഹൃദയത്തിലെന്നെ വാഹിച്ചതില്ല, മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. ഹൃദയത്തിലെന്നെ വാഹിച്ചതില്ല, മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതീന തുമ്പമൊന്നും യേശില്ല. കണ്ണിൽ തന്നെ നോക്കിയതീന തുമ്പമൊന്നും യേശില്ല. ചേർന്ന് പാടി. കണ്ണിൻ മണി പോ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വാഹിക്കും, തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. ചേർന്ന് പാടിയേ. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്ന നീന ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്ന നീന ഭാരപ്പെടുവാൻ നേരമില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ ഒരു നന്മയും എനിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവേ, ഞാൻ എപ്പോഴും നിന്നെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു.
നീ എന്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകില്ല. നീ എന്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകില്ല. ഈ വരികൾ എത്ര ആഴമുള്ളതാ പ്രിയപ്പെട്ടവരെ. പ്രാണനേക്കാൾ അരുകിലുള്ളതിനാൽ ഭയപ്പെടാൻ എനിക്ക് കാര്യമില്ല. എന്റെ ശ്വാസത്തിന് തൊട്ടരികിൽ എന്റെ യേശു ഉണ്ടെന്നുള്ളവർ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഈ സഭായോഗത്തിൽ ഒന്ന് പറഞ്ഞേ. എന്റെ ഭവനത്തിൽ, എന്റെ യാത്രകളിൽ, എന്റെ ജീവിതത്തിൽ ഞാൻ ആയിരിക്കുന്ന സകല സാഹചര്യങ്ങളിലും എന്റെ പ്രാണനേക്കാൾ അരികിലുള്ളവനായ കർത്താവ്, പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടില്ല. കൂടെ പ്രാണനേക്കാൾ ഏറെ ഉള്ളം യേശു അന്നു പോറ്റുന്നോ അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോ. ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ. ഇന്നുമെന്നും Jesus. ഉള്ള We praise you, we worship you, Lord. Hallelujah. Oh, hallelujah. We worship you, Lord. We praise you, Lord. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ശത്രുവിൻ അഗ്നിയസ്ത്രം ശക്തിയോടെ എതിർക്കുന്ന, ശത്രുവിൻ അഗ്നിയസ്ത്രം ശക്തിയോടെ എതിർക്കുന്ന മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ദൈവത്തെ ആരാധിച്ച് ഹല്ലേലൂയ. ശത്രുവിന്റെ അഗ്നിയസ്ത്രം അടുക്കുമ്പോൾ ശക്തിയോടെ എതിർക്കുന്ന, ശത്രുവിൻ അഗ്നിയസ്ത്രം ശക്തിയോടെ എതിർക്കുന്ന മാത്രയിൽ ജയം തന്നു കാത്തു. നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ദേശങ്ങളിൽ നിങ്ങൾക്ക് ജയം തരുന്ന, നിങ്ങളെ സൂക്ഷിക്കുന്ന, നിങ്ങളെ സംരക്ഷിക്കുന്ന കർത്താവിനെ ഇന്ന് പകലത്ത് ആരാധിച്ച് അവനൊന്ന് നന്ദി പറഞ്ഞ്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന്റെ മേൽ അടുക്കയില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ലെന്ന് അരുളി ചെയ്ത കർത്താവിന് പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി തന്റെ ജനത്തോട് കൂടെ ഇരുന്ന കർത്താവിന് ഇന്ന് പകലൊന്ന് നന്ദി പറയാൻ തുടങ്ങി, ഒന്ന് സ്തുതിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ആത്മസാന്നിധ്യം കൊണ്ട് നിറയട്ടെ, പരിശുദ്ധാത്മ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവേ, എനിക്ക് നന്മ ചെയ്തിരിക്കാൻ ഞാൻ നിനക്ക് പാട്ട് പാടും. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഇന്ന് പകൽ ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറയെ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനമേ, തങ്ങൾ ഏകാഗ്രചിത്തന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് കാണുവാൻ തന്നെ താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് തന്റെ കണ്ണ് ഈ ഞായറാഴ്ച ദിവസം ഭൂമിയിലൊക്കെ ഊടാടിക്കൊണ്ടിരിക്കുമ്പോൾ, പലരും പല സ്ഥലങ്ങളും പല ടൗണുകളും നിശ്ചലമായി കിടക്കുമ്പോൾ, എന്റെ കർത്താവിനെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ, എന്റെ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു കൂട്ടത്തെ, എന്റെ കർത്താവിനെ സ്തുതിക്കുന്ന ഒരു കൂട്ടത്തെ ഇന്ന് പകൽ അവന്റെ കണ്ണുകൾ കാണട്ടെ. അവന്റെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിക്കുമ്പോൾ
ദൈവത്തെ സ്തുതിക്കുന്ന പരിഹസിക്കുന്നവരെ അല്ല, പുച്ഛത്തോടെ കാണുന്നവരെ അല്ല, വിമർശിക്കുന്നവരെ അല്ല, എന്തെല്ലാം പ്രശ്നങ്ങളും മഹാമാരികൾ വന്നാലും ഇതിനെയെല്ലാം കളിയാക്കുന്നവരെ അല്ല, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറയെ. ഓ ഹല്ലേലൂയ. കർത്താവേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുകയാൽ നീ എന്നെ കാത്തുകൊള്ളണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ബൈബിൾ ഇങ്ങനെ പറയുന്നേ, തികഞ്ഞ സ്നേഹം അത് ഭയത്തെ പുറത്താക്കും. എന്റെ യേശു എന്നെ സ്നേഹിക്കുന്ന ഉറപ്പുള്ള ഒരു ആമീൻ പറഞ്ഞു. എന്നെ ഓൺലൈനിലൂടെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട്, ദൈവമക്കളോട് കർത്താവ് പറയുന്നു, ജീവൻ തന്ന കർത്താവ് നിങ്ങളെ സ്നേഹിച്ച്. നിങ്ങൾക്ക് പറയാൻ കഴിയണം, യേശുവെ പോലെ സ്നേഹിപ്പാൻ ആരുമില്ലെന്ന്, യേശുവെ പോലെ കരുതാൻ ആരുമില്ലെന്ന്. എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. ആ സ്നേഹം ആ ഭയത്തെ പുറത്താക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, കർത്താവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. കർത്താവിന്റെ വേല ചെയ്യാൻ, കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ, അവന്റെ സാക്ഷികളായി നിൽക്കുവാൻ കർത്താവിന്റെ സ്നേഹമാണ് ഞങ്ങളെ നിർബന്ധിക്കുന്നത്. ഇന്ന് പകൽ ആയിരിക്കുന്ന ഭവനങ്ങളിൽ, ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പാട്ട് പാടാൻ, അല്ലെങ്കിൽ കൈകൊട്ടാൻ, സ്തുതിക്കാൻ, ആരാധിക്കാനൊക്കെ കർത്താവിന്റെ സ്നേഹമാണ് നമ്മളെ നിർബന്ധിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ദേശത്തെല്ലാം, ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും COVID-19 പ്രതിസന്ധികൾ നിൽക്കുമ്പോൾ, ഈ വൈറസ് വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകൽ ആശങ്കകളില്ലാതെ പ്രത്യാശയോടെ ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ നാം പാലിക്കുവാൻ ബാധ്യസ്ഥരാണ്. ഇപ്പോഴത്തെ ഒരു പ്രത്യേക നിബന്ധന അകലം പാലിക്കുക എന്നുള്ളതാണ്. ആവശ്യമുള്ള കാര്യമാണ്. പക്ഷേ ഇന്ന് പകലിൽ ഒരു സത്യം നിങ്ങൾക്കറിയാമോ? നിങ്ങൾ രോഗിയായിരിക്കുമ്പോഴും, നിങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുമ്പോഴും, നിങ്ങൾ കഷ്ടതയിലായിരിക്കുമ്പോഴും, നിങ്ങളുടെ ഉയർച്ചയിലും നിങ്ങളുടെ താഴ്ചയിലും അകലം പാലിക്കാത്ത ഒരുവനുണ്ട്. നിങ്ങളുടെ അരികിൽ വരുന്ന ഒരു കർത്താവുണ്ട്. ആ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ നിങ്ങളുടെ ഭവനത്തിലുണ്ട്. ഹല്ലേലൂയ. യേശുവെ പോലെ എന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവനെ പോലെ എന്നെ കരുതുന്ന വേറെ ആരുമില്ലെന്ന് എത്ര പേർക്ക് ഇന്ന് പകലിൽ ഏറ്റെടുക്കാനുണ്ട്? താങ്ക് യു ലോർഡ്. യേശുവേ പോലെ സ്നേഹിപ്പാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല, യേശുവേ പോലെ യോഗ്യനാ ആരും ഇല്ല, യേശുവേ ആരാധന ആരാധന. ഒരിക്കൽ കൂടെ, യേശുവേ പോലെ സ്നേഹിപ്പാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല, യേശുവെ പോലെ യോഗ്യനാ, യേശുവേ പോലെ യോഗ്യനാ ആരും ഇല്ല, യേശുവേ ആരാധന ആരാധന. ആ കരങ്ങൾ അടിച്ച് അധരങ്ങൾ തുറന്ന് ജീവനുള്ള കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ തുടങ്ങി, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങി. നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ അധരങ്ങൾ തുറന്ന് ശബ്ദമുയർത്തി, വായ്കൾ തുറന്ന് ഹല്ലേലൂയ. യേശുവേ പോലെ സ്നേഹിപ്പാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല, യേശുവേ പോലെ യോഗ്യനാ ആരും ഇല്ല, യേശുവേ ആരാധന ആരാധന. ശക്തിയോടെ യേശുവേ പോലെ സ്നേഹിപ്പാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല, യേശുവേ
ആരാധന. ഹൃദയം തകർന്നിടുമ്പോ യേശു സമീപസ്ഥൻ, യേശു സമീപസ്ഥൻ. മനസ്സു നുറുങ്ങിടുമ്പോ യേശു ആശ്വാസകൻ, യേശു ആശ്വാസകൻ. അസാധ്യമെന്നു കരുതിടുമ്പോ യേശു രക്ഷാകരൻ, യേശു രക്ഷാകരൻ. യേശു ഇന്നും ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. കമോൺ, കൈകളടിച്ച് പോലെ സ്നേഹിപ്പാൻ ഹല്ലേലൂയ ആരും ഇല്ല. യേശുവേ പോലെ, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ, യേശുവേ പോലെ യോഗ്യനായി ആരും ഇല്ല. യേശുവേ അഭിഷേകത്തിന്റെ ശക്തി ഭവനങ്ങളെ തൊടട്ടെ. പരിശുദ്ധാത്മാവ് തൊടട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്. ഓ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്. ഓ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. യേശുവേ പോലെ സ്നേഹിപ്പാൻ ഹല്ലേലൂയ ആരും ഇല്ല. ആമേൻ. യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവേ പോലെ യോഗ്യനായി ആരുമില്ല. യേശുവേ ആരാധന, യേശുവെ പോലെ സ്നേഹിപ്പാൻ ഒരിക്കൽ കൂടെ. യേശുവേ പോലെ സ്നേഹിപ്പാൻ. വായികൾ തുറന്ന് പാടിയേ. നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ, wherever you are right now, വായി തുറന്ന പ്രത്യാശയുടെ വരികൾ പാടിയേ. കർത്താവിനെ സ്നേഹിക്കുന്നവർ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. യേശുവേ പോലെ യോഗ്യനായി ആരുമില്ല. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്. ഓ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശുവിൻ നാമത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നു? നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്. ഓ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശുവേ പോലെ സ്നേഹിപ്പാൻ ആമേൻ ആരും ഇല്ല. യേശുവേ പോലെ കരുതാൻ ആരുമില്ല. യേശുവേ പോലെ യോഗ്യനായി ആരുമില്ല. യേശുവേ ആരാധന, ആരാധന. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധവാൻ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധവാൻ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണ. ചേർന്ന് പാടാമോ? ഞാനവനുള്ളം കയ്യിലിരിക്കയാ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ളം കയ്യിലിരിക്കയാ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതല്ല, ഇന്നെനിക്കു വന്നു നേരിടുന്നതല്ല നിൻ
പ്രത്യാശയുള്ളവർ ചേർന്ന് പാടിയേ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമായി. എന്റെ ഇഷ്ടമൊന്നു വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നു വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവനുള്ള കയ്യിലിരിക്കയാ എനിക്ക് ദോഷം ചെയ്തിടാ. ഞാനവനുള്ള കയ്യിലിരിക്കയാ ആരുമില്ലെനിക്ക് ദോഷം ചെയ്യുവാ. ഇന്നെനിക്ക് വന്നു നേരിടുന്നതല്ല നിൻഹിതമാണെന്നു ഞാനറിയുന്നു. ഞാനറിയുന്നു എൻ ദൈവമേ ഓ ഇഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ എന്തു ബോധവാ. എൻ ദൈവമേ ഇഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ എന്തു ബോധവാ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമായവൻ എണ്ണി അറിയും. എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമാനവനെന്നറിയുന്നു. ഒന്നതിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ. ഉന്നതനറിഞ്ഞേ സാധ്യമാകുള്ളൂ. ചേർന്ന് എൻ ദൈവമേ ഓ ഇഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ബോധവാൻ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധവാൻ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ Praise you, praise you, praise you, praise you, praise you, Lord. We give you the praise. We give you the glory and honor to your holy name. We praise you, Lord. We praise you, Lord. ഞാനവനുള്ളം കയ്യിലിരിക്കയാ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ളം കയ്യിലിരിക്കയാ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഈ ഉറപ്പുള്ള എത്ര പേര് എന്നെ കാണുന്നുണ്ട്? യേശു, ഈ ഉറപ്പുള്ള എത്ര പേർ ഇന്നെന്നെ കാണുന്നുണ്ട്? കർത്താവ് അറിയാതെ എന്റെ തലയിൽ ഒരു മുടി പോലും പൊഴിയുന്നു. മത്തായി 10:30 പറയുന്നു, അവൻ നിങ്ങളുടെ തലയിലെ മുടികൾ വരെ എണ്ണിയിരിക്കുന്നു, അതിലൊന്ന് താഴെ വീഴുന്നത് അവൻ അറിയുന്നു. എബ്രായർ 4:13 പറയുന്നു, അവന്റെ മുമ്പിൽ, നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ദാനിയേൽ 2:28 ദാനിയേൽ പറയുന്നു, രഹസ്യങ്ങളെ അറിയുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്, നമ്മുടെ അപ്പ സ്വർഗത്തിലുണ്ട്. ഉലകം മുഴുവൻ ഇളകി മറിഞ്ഞാലും ഇളകി മറിയാത്ത ഒരു കർത്താവ് നമുക്കുണ്ട്. ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയട്ടെ, ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കാൻ നീ എന്നെ കാത്തുകൊള്ളണമേ. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും
നിന്റെ വലത്ത് ഭാഗത്ത് ഒത്തിരി പ്രമോദനങ്ങൾ. ഇന്ന് പകലിൽ ആ കർത്താവിനെ നന്ദി പറയാം, ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ആ കരങ്ങളെ ഒരു നിമിഷം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് അധരങ്ങളെ തുറന്നുകൊണ്ട് ചില മിനിറ്റുകൾ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറയാം. Praise God. We praise you, Jesus. Hallelujah. Glorify you. We thank you, Jesus. Hallelujah. We praise, we praise, we praise. We worship you, Lord. Hallelujah. Praise you, Lord. Worship you, Lord. സൈന്യങ്ങളുടെ യഹോവേ, ഞങ്ങളൊക്കെ ആരാധിക്കുന്നപ്പാ, ഞങ്ങളൊക്കെ മഹത്വപ്പെടുന്ന കർത്താവേ, ഞങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിൽ, സ്ഥലങ്ങളിൽ we praise you, Lord. Glory. പ്രിയ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ച ഈ സഭായോഗത്തിൽ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിൽ കർത്താവ് ഇപ്പോൾ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ പ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടട്ടെ, നിന്റെ കരം അവർക്കായി ചലിക്കപ്പെടട്ടെ എന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്.